പ്രശസ്തമായ ഐവറി ത്രോൺ, വളരെ പ്രശസ്തമാണ് ഈ ഐവറി ത്രോൺ. സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ കാലഘട്ടത്തിലാണ് ഇത് പണിതത്. ഈ ഐവറി ത്രോണിൻ്റെ സമാനമായ ഒരെണ്ണമാണ് 1851 വിഖ്യാതമായ ബ്രിട്ടീഷ് എക്സിബിഷനിലേക്ക് നമ്മൾ അയച്ചു കൊടുത്തത്, സമ്മാനം നേടിയത്. ആ സിംഹാസനമല്ല ഇത്. ആ സിംഹാസനം ക്വീൻ വിക്ടോറിയയ്ക്ക് സമ്മാനമായിട്ട് നമ്മൾ കൊടുത്തതാണ്. ഇത് അതുപോലെയുള്ള മറ്റൊരു സിംഹാസനമാണ്. ഇവിടെ 3 നിലക്കണ്ണാടികൾ വെച്ചിട്ടുണ്ട്. അതിലൂടെ ഈ സിംഹാസനത്തിൻ്റെ വശങ്ങളിലുള്ള പാനൽസ്, പിറകുവശത്തെ പാനലും നമുക്ക് കാണാൻ പറ്റും. ശംഖുമുദ്രയുണ്ട്, ധാരാളം ഫ്ലോറൽ മോട്ടീവ്സ് ഉണ്ട്, ആനിമൽസ് ഉണ്ട്. നമുക്കിതിനെ എന്ത് വാക്കുകൊണ്ട് വിവരിക്കാൻ പറ്റും? നമുക്ക് വാക്കുകളില്ല, അത്രയും മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എത്ര പേർ എത്ര കാലം കൊണ്ട് പണിതീർത്തു എന്ന് അറിയില്ല. വളരെ മനോഹരമായ ഒരു ദന്തസിംഹാസനമാണ്. അനന്തപത്മനാഭൻ മുത്താശാരിയും അദ്ദേഹത്തിൻ്റെ മകൻ നീലകണ്ഠൻ ആശാരിയുമാണ് ഈ ദന്തസിംഹാസനത്തിൻ്റെ പിന്നിൽ. പ്രഗത്ഭരായ ആശാരിമാരാണ്. നമ്മൾ അപ്പുറത്ത് കണ്ട ഒരു തൊട്ടിലും, ഐവറി ദന്തത്തിലുള്ള 2 തൊട്ടിലുകൾ കണ്ടല്ലോ, അതും അവരുടെ കരവിരുതുകളാണ്.